ഹൈറിച്ചിൽ നിന്ന് നമുക്ക് ദിവസക്കൂലിയും ലഭിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് എടുത്ത വർക്കിന്റെ കാരണം കൊണ്ട് നമ്മളുടെ ലൈഫ് ലോങ്, നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് പെൻഷൻ എന്ന പോലെ വരുമാനം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കാലശേഷം നമ്മുടെ കുടുംബത്തിനും ഹൈറിച്ചിൽ നിന്ന് വരുമാനം ലഭിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കാൻ പോകുന്നത് നമ്മളുടെ അക്കൗണ്ടിലേക്ക് നമ്മൾക്ക് വരുമാനം കിട്ടുന്ന ഓരോ കാരണങ്ങൾ. ഓരോരുത്തർ അവരുടെ വീട്ടിലേക്ക് ബ്രഷ് അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ അരി, പഞ്ചസാര ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ പോലും അറിയാത്ത ഏതോ ആളുകൾ അവരുടെ വീട്ടിലേക്ക് വാങ്ങുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ ഒരു ലാഭവിധം വരുന്നൊരു സിസ്റ്റം, അതിൻ്റെ ബ്യൂട്ടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ കാണാം, എൻ്റെ ലെഫ്റ്റിൽ 7615, എൻ്റെ റൈറ്റിൽ 2984 മെമ്പേഴ്സ്, ടോട്ടലി അബൌട്ട് 10,000 മെമ്പേഴ്സ് ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ വെറും 100 ചില്ലാനം മെമ്പേഴ്സിനെ ഞാൻ ഡയറക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ താഴെ വന്ന കസ്റ്റമേഴ്സിൽ നിന്നും അവർക്ക് താഴെ വന്ന കസ്റ്റമേഴ്സിൽ നിന്നും ഉണ്ടായ മെമ്പേഴ്സാണ്. അതിൽ നിന്നൊക്കെ എനിക്ക് കിട്ടുന്ന വരുമാനം എന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ഇപ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സ് അവരുടെ വീട്ടിലേക്ക് വാങ്ങുന്ന നിത്യോപയോഗ സാധനങ്ങൾ, അവരെന്തിനാ ഹൈറിച്ചിൽ നിന്ന് സാധനം വാങ്ങുന്നത്? അവർക്ക് റേറ്റ് കുറച്ച് സാധനം കിട്ടുന്നത് ഹൈറിച്ചിൽ നിന്ന് മാത്രമാണ്. ഇതിനേക്കാളും റേറ്റ് കുറച്ച് മാർക്കറ്റിൽ കിട്ടുന്നില്ല അധിക സാധനങ്ങൾക്കും. അപ്പോൾ പിന്നെ ഹൈറിച്ചിനെ ആശ്രയിക്കാൻ എന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഇത് കണ്ടോ, എൻ്റെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ഈ കണ്ട 10,000 കണക്കിന് ആളുകൾ 10,000 കണക്കിനല്ല 10,000-ന് മേലെയുള്ള ആളുകൾ സാധനം വാങ്ങുമ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്ന ലാഭം. ഇപ്പോൾ ഇതാ 14 പൈസ, 15 രൂപ, 14 രൂപ, ഇതൊക്കെ ഓരോരുത്തർ അവരുടെ വീട്ടിലേക്ക് എന്തൊക്കെയോ അരിയോ പഞ്ചസാരയോ എന്തോ സാധനങ്ങൾ വാങ്ങുന്നതിന് ഞാൻ പോലും കാണാത്ത കസ്റ്റമർ, ഞാൻ അവരുടെ ഓർഡർ എടുക്കുക, അവർക്ക് സാധനം കൊണ്ടുപോയി കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത് അവരുടെ എത്രയോ മുകളിലുള്ള ആളുകൾക്ക് ഒരു ഐഡിയ അടിച്ചു കൊടുത്തു, അവർക്ക് ബിസിനസ് എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. അതിൻ്റെ കാരണം കൊണ്ട് അവർ ഒരുപാട് ആളുകളോട് ഈ ബിസിനസ് പറഞ്ഞു. അതിൻ്റെ കാരണം കൊണ്ട് അവർക്ക് അവരുടെ കുടുംബത്തിലേക്ക് വരുമാനം കിട്ടുന്നു. അതിനൊപ്പം തന്നെ അവരുടെ വീട്ടിലേക്ക് റേറ്റ് കുറച്ച് സാധനം വാങ്ങാൻ പറ്റുന്ന ഈ ഒരു കൺസെപ്റ്റ് എത്തിയത് കാരണം എൻ്റെ അക്കൗണ്ടിലേക്ക് ദിവസവും വരുന്ന വരുമാനമാണ് ഈ കാണുന്നത്. ഇപ്പോഴുള്ള കൺസെപ്റ്റിൽ ഇത് ചെറിയ വരുമാനമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ 55ഓളം ഔട്ട്ലെറ്റുകളെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. 100 കണക്കിന് ഔട്ട്ലെറ്റുകളാണ് വരാൻ പോകുന്നത്. എല്ലാ ഔട്ട്ലെറ്റുകളും വന്നു കഴിഞ്ഞാൽ നമ്മളെ താഴെ ഉണ്ടാകുന്ന കസ്റ്റമേഴ്സും അവർക്ക് ശേഷം വരുന്ന കസ്റ്റമേഴ്സൊക്കെ അവരുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഇൻകമാണ്, വരുമാനമാണ് ഈ കാണുന്നത്. ഇത് നമുക്കൊരു പെൻഷൻ എന്ന പോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇതിലിപ്പോൾ കണ്ടോ 190 രൂപ, അതുപോലെ 3100 രൂപ, 570 രൂപ, ഇതൊക്കെ എനിക്ക് സാലറി അല്ലെങ്കിൽ ദിവസക്കൂലി എന്ന പോലെ ഞാൻ അന്നന്ന് ഉണ്ടാക്കുന്ന കസ്റ്റമേഴ്സ് ഐഡിയ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ താഴെയുള്ള കസ്റ്റമേഴ്സ് ഐഡിയ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വരുമാനം. പിന്നെ അതിന് പുറമെ ഈ ചെറിയ എമൗണ്ട് 100 രൂപയ്ക്ക് താഴെയുള്ള ഈ എമൗണ്ടൊക്കെ എന്ന് പറഞ്ഞത് അത് അവരവരുടെ വീട്ടിലേക്കൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് കയറുന്ന വരുമാനമാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ താഴെ നമ്മൾ മാക്സിമം കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ എന്നൊക്കെയാണോ അവരുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നത് അന്നൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇതിൻ്റെ ഒരു ലാഭവിധം വരല്ലേ. അതുപോലെ തന്നെ ഇത് ഒരു പെൻഷൻ എന്ന പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. കാരണം നമ്മളൊക്കെ ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നത് നമുക്ക് ലൈഫ് ലോങ് നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ വരും, നമ്മൾ സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ കുറച്ച് കാലം ആവുന്ന കാലത്ത് നമ്മൾ പ്രവർത്തിച്ചത് കാരണം കിട്ടിയ ഒരു ബെനിഫിറ്റാണ് ഈ പെൻഷൻ എന്നൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെയാണിത്. നമ്മൾക്ക് ഇപ്പോൾ ആവുന്ന ഈ ഒരു സമയത്ത് നമ്മൾ മാക്സിമം കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കസ്റ്റമേഴ്സും അവർക്ക് ശേഷം വരുന്ന 100 കണക്കിന് കസ്റ്റമേഴ്സും അവരുടെ വീട്ടിലേക്ക് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ലാഭവിഹിതം അത് നമ്മൾക്ക് എന്നേക്കൊരു മുതൽക്കൂട്ടല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതിന് ഇത്രയും നല്ല സീരിയസ്നെസ് കൊടുത്ത് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മുടെ ലൈഫ് സെറ്റാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സ്ഥിര വരുമാനം ആരാണ് ആഗ്രഹിക്കാത്തത്? അതും ഒരു പാർട്ടും ഒരു മൊബൈൽ ഫോണും ഒരു ഇൻ്റർനെറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്. നമ്മൾ ഓർഡർ പിടിക്കുക, അവർക്ക് സാധനം എത്തിച്ചു കൊടുക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരുപാട് ആളുകൾക്ക് ഐഡിയ അടിച്ചു കൊടുക്കുന്നു. ആ കാരണം കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലാഭവിധം വരുന്നു. ഇത് കണ്ടോ, ഈ മാസത്തെ ഈ 1-ാം തീയതി മുതൽ 25-ാം തീയതി വരെ 10-ാം മാസം 2020 എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെതാണ്. ഇത് ഇങ്ങനെ നമ്മൾക്ക് എല്ലാ ഔട്ട്ലെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരുമാനം ഇതിൻ്റെ 10 മടങ്ങാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മാക്സിമം കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, മാക്സിമം കസ്റ്റമേഴ്സിനെ നിങ്ങളെ താഴെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈഫ് സെറ്റാക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.